Welcome to Mr. Unbox and Travel. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മൊബൈലാണ്. അതും ഒരു 5G സ്മാർട്ട്ഫോൺ ആണ്. നമുക്കറിയാം പോക്കോ ബ്രാൻഡിലെ ഏറ്റവും വില കുറഞ്ഞ 5G സ്മാർട്ട്ഫോൺ ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. പോക്കോ M3 Pro 5G. ഈ ഒരു സ്മാർട്ട്ഫോണിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റ് പോക്കോ M3 Pro 5G. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം, അതിനുശേഷം ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിനകത്തുള്ള ഒരു കാര്യങ്ങൾ. ട്രാൻസ്പെറൻറ്റ് TPU കേസ് ഉണ്ട്, അതുപോലെ 18 വാട്ട്സാണ് ഇതിന് സപ്പോർട്ടെങ്കിലും 22.5 വാട്ട്സിൻ്റെ ചാർജർ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ടൈപ്പ് A2 അല്ലെങ്കിൽ നോർമൽ USB to ടൈപ്പ് C ചാർജറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫോൺ അപ്പോൾ അത്യാവശ്യം ഒരു കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്. നമുക്ക് എനിവേ ഈ ഒരു കവർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം. ഫോൺ ഓൺ ആകുന്നതിനൊപ്പം നമുക്കിതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഇത് ഏതൊക്കെ കളേഴ്സിൽ അവൈലബിൾ ആണ് എന്നുള്ളതും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മുടെ മൊബൈൽ ഓൺ ആയിട്ടുണ്ട്. പോക്കോയുടെ സ്ഥിരം കാണുന്ന ആ ഒരു തീമിലാണ് ഓൺ ആയിട്ടുള്ളത്. എനിവേ നമുക്കിനി ഡിസൈനിലേക്ക് കടക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് പിറകിൽ വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു ഗ്ലോസി ഫീലോട് കൂടിയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു സ്റ്റൈലുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ വലുതായിട്ട് തന്നെ പോക്കോയുടെ എംബ്ലവും കാണാം. ഇവിടെ ഡിസൈൻഡ് ബൈ പോക്കോ, അതുപോലെ ഇവിടെ 5Gയുടെ എംബ്ലം കാണാം. 3 കളേഴ്സിലാണ് പ്രധാനമായിട്ടും ഇറങ്ങുന്നത്. ഒന്ന് പോക്കോ യെല്ലോ, അതുപോലെ പവർ ബ്ലാക്ക്, പിന്നെ കൂൾ ബ്ലൂ. നമ്മുടെ കയ്യിലുള്ളത് പവർ ബ്ലാക്ക് ആണ്. ഇനി നമ്മൾ ബോഡി മെറ്റീരിയൽ അത് മറ്റു ഡിസൈനിലേക്കും കിടക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് ആണ് പിറകിൽ വരുന്നത്. നമ്മുടെ ബോഡി സൈഡിലും വരുന്നത് പ്ലാസ്റ്റിക് ആണ്. ഇവിടെ സിം ട്രേ കാണാൻ കഴിയും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് പവർ ബട്ടണ് വിത്ത് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ കാണാം, അതുപോലെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ നമുക്കിവിടെ കാണാൻ കഴിയും IR ബ്ലാസ്റ്റർ, 3.5mm ഹെഡ്ഫോൺ ജാക്ക്. താഴ്ഭാഗത്തായിട്ട് ടൈപ്പ് C ചാർജിങ് പോർട്ട് കാണാം, എക്സ്റ്റേണൽ മൈക്ക് കാണാം, സ്പീക്കർ ഗ്രില്ല് കാണാം. അപ്പോൾ ഇതിൻ്റെ ബോഡി വെയിറ്റ് ഏകദേശം വരുന്നത് 190 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. വലിയൊരു ഹെവി അല്ല, എന്നാൽ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണുമല്ല. ഇനി ബോഡി തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.9mm ആണ് ഇതിൻ്റെ ബോഡി തിക്നെസ് വരുന്നത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതിൽ അത്യാവശ്യം ഫിംഗർ വരുന്ന തരത്തിലുള്ളൊരു മെറ്റീരിയലാണ്. എനിവേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ യെല്ലോ ആണ്. യെല്ലോ കളർ അത്യാവശ്യം ഒരു കാണാനൊരു വേറെ തന്നെ ഒരു ലുക്കുള്ളൊരു കളറാണ് എനിക്കിതിൽ ഫീൽ ചെയ്തത്. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് പോക്കോ M3 Pro 5Gയിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ 2 നാനോ 5G സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാനോ 5G സിം കാർഡ് പ്ലസ് മെമ്മറി കാർഡ് എന്നുള്ള ഒരു ഓപ്ഷനിൽ. ഡ്യുവൽ 5G ആണ്. അപ്പോൾ 2 സിം കാർഡ് നമുക്ക് ഒരേ സമയത്ത് 5G നെറ്റ്വർക്കുമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ സൈഡ് പരിശോധിക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 90 Hz ആണ് ഇതിൻ്റെ ടച്ച് റിഫ്രഷിംഗ് റേറ്റ് വരുന്നത്. ഇനി അതുകൂടാതെ 400 nits ആണ് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ലെവൽ. അതും 500 nits വരെ മാക്സിമം ഇതിൽ പോകും. നമുക്കിതിൻ്റെ പിക്സൽ പെർ ഇഞ്ച് നോക്കുകയാണെങ്കിൽ 405 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി വരുന്നത്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ 3 പ്രൊട്ടക്ഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. ഇത് ഫുൾ HD+ റെസൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വിഷ്വൽ കാണാൻ കഴിയും. പക്ഷേ LCD എന്നുള്ള ഒരു വിഷയമായതുകൊണ്ട് ചെറിയൊരു വ്യൂ ആംഗിളിൽ ചെറിയ വേരിയേഷൻ കളേഴ്സിലുണ്ടാവും. എന്നതൊഴിച്ച് ബാക്കി എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു പോക്കോ M3 Pro 5Gയിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ ഇത് പഞ്ച് ഹോൾ ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ വ്യൂ ആയിട്ട് തന്നെ നമുക്ക് വിഷ്വൽ കാണാൻ സാധിക്കും. വലിയ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഇല്ല. ആ ഒരു ഭംഗിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽ കാണാൻ സാധിക്കുമെന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രധാനമായി 2 മെമ്മറി വേരിയൻറ്റിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB റാമിൽ 64ഉം 6GB റാമിൽ 128GB മെമ്മറി വേർഷനും. ഇനി നമ്മൾ സോഫ്റ്റ്വെയർ സൈഡ് നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ 11 ആണ് ഇതിൽ സോഫ്റ്റ്വെയർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. MIUI വേർഷൻ വരുന്നത് 12.0.2 ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 700 5G എന്ന പ്രൊസസ്സറാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 7 നാനോമീറ്റർ ആണ് ചിപ്സെറ്റ് സൈസ് വരുന്നത്. അതിൽ തന്നെ ഒക്ടാ കോറിൽ 2.2 ആണ് ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നത്.
അത്യാവശ്യം മോശമില്ലാത്തൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിൻ്റെ GPU ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാലി G57 MC2 എന്ന് പറയുന്ന GPU ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഗെയിമിങ്ങിൽ പെർഫോമൻസ് കാഴ്ച വെക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നീട് ഞാൻ ഗെയിം കളിക്കുമ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. എനിവേ ഈ ഒരു സ്പെസിഫിക് വൈസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു എബവ് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് Poco M3 Pro 5G. കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 2 സിം കാർഡ് നമുക്ക് ഒരേ സമയം 5G നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ബ്ലൂടൂത്തിൻ്റെ 5.1 ആണ് ഇതിൽ വേർഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. NFC കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഖത്തറിൽ ഇറങ്ങുന്ന വേർഷനാണ്. എല്ലാ രാജ്യത്ത് ഇറങ്ങുന്ന വേർഷനിലും NFC ഉണ്ടാകണമെന്ന് ഇല്ല. ഈ ഒരു വേർഷനിൽ, അതായത് ഖത്തറിൽ ഇറങ്ങുന്ന വേർഷനിൽ NFC കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 5000 mAh ഇതിൽ ബാറ്ററി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ വരുന്ന ചാർജർ 18 വാട്ട്സിൻ്റെ ചാർജറാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 5000 mAh കൂടാതെ ഇതിൽ 90 Hz ഡിസ്പ്ലേ ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പക്ഷേ ഈ 90 Hz നമ്മൾ നോർമലി 90 Hz റിഫ്രഷിംഗ് റേറ്റ് ഓൺ ആകുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ബാറ്ററി നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അഡാപ്റ്റീവ് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ആപ്ലിക്കേഷൻ ഏതാണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് ഓട്ടോമാറ്റിക്കലി മാറും. ഇപ്പോൾ ചില ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ അത് 30 Hz ആയിട്ട് മാറും, ചിലതിൽ അത് 50 ആവും, ചിലതിൽ അത് 60 Hz ആവും, ചില ഗെയിമൊക്കെ കളിക്കുമ്പോൾ അത് 90 Hz ആയിട്ട് ഓട്ടോമാറ്റിക് മാറും. അപ്പോൾ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ അഡാപ്റ്റീവായിട്ട് നമ്മുടെ റിഫ്രഷിംഗ് റേറ്റ് ഓട്ടോമാറ്റിക്കലി മാറും. ഇത് ഒത്തിരി ബാറ്ററി ലൈഫിനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇവിടെ താഴ്ഭാഗത്ത് ഒറ്റ സ്പീക്കറാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിതിൻ്റെ സൗണ്ട് ഒന്ന് പരിശോധിക്കാം. ഒരു എബോവ് ആവറേജ് സൗണ്ട് ഔട്ട്പുട്ട് നമുക്കിതിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. തീരെ കുറഞ്ഞ ശബ്ദമല്ല, എങ്കിലും വളരെ എക്സ്ട്രാ ലൗഡും അല്ല. പക്ഷേ ഒരു നല്ലൊരു ശബ്ദം അല്ലെങ്കിൽ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു സൗണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ ലോക്കും ഫേസ് ലോക്കും എത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. വളരെ സൂപ്പർ ഫാസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വളരെ ആക്യുറേറ്റ് ആയിട്ടും ഫാസ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ഫോണിൽ ഫിംഗർ പിന്നും ഫേസ് ലോക്കും വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് Poco M3 Pro 5Gയുടെ ഗെയിമിംഗ് പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാം. ആസ്പെൽറ്റ് 9 ആണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു 100% ഗെയിമിംഗ് ഫോൺ എന്ന് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അതായത് നിങ്ങളൊരു ഗെയിമിംഗ് ആണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പകരം ഇതിൻ്റെ ഒക്കെ തന്നെ Poco F3 അല്ലെങ്കിൽ Poco X3 Pro ഇവയ്ക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു ശരിക്കും ഒരു നമ്മളെന്താ പറയുക, ഒരു 5G ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഫോണാണ്. പക്ഷേ നിങ്ങൾ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ ഗെയിം കളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചൂസ് ചെയ്യാവുന്നതാണ്. 3 ക്യാമറയാണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 48 മെഗാ മെയിൻ ലെൻസും 2 മെഗാ മാക്രോയും 2 മെഗാ ഡെപ്തും. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരികയാണെങ്കിൽ 8 മെഗാ പഞ്ച് ഹോൾ ക്യാമറയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ 1-2 സാമ്പിൾസ് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോയാണ് ഞാനിതിലെടുത്തപ്പോൾ കിട്ടിയത്. കളറിൽ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. ചില ഫോട്ടോസ് നാച്ചുറലായിട്ടും ചിലർ കുറച്ചൊരു സാച്ചുറേറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പക്ഷേ ഡീറ്റെയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഷാർപ്പായിട്ട് നമുക്ക് ഫോട്ടോസിൽ ഡീറ്റെയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോരോ ഫോട്ടോയിലും ഈ പറഞ്ഞ കളർ വേരിയൻറ്റ് ചില ഫോട്ടോസിൽ ചെറിയ രീതിയിലുള്ള മാറ്റമുണ്ടെന്ന് വെച്ച് ബാക്കിയെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണ്. നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളാണ് നമുക്കിതിൽ എടുക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ
നമുക്ക് ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ പെർഫോമൻസ് എബോവ് ആവറേജ് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അപ്പോൾ ഇതാണ് പോക്കോ M3 Pro 5Gയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾ കാണുന്നത്. 1080pയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കയ്യിലാണുള്ളത്. സ്റ്റെബിലൈസേഷനും ഓഡിയോ ക്വാളിറ്റിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക. ഇതിപ്പം ബീച്ച് ഏരിയയിലാണുള്ളത്. അത്യാവശ്യം ചെറിയ രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എത്രത്തോളം നല്ല രീതിയിൽ വോയിസ് ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്ന അത്യാവശ്യം നല്ല സ്റ്റേബിളായിട്ടുള്ള വലിയ ഷേക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വീഡിയോ ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് വീഡിയോയെക്കുറിച്ചും ഫോട്ടോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തുക. പോക്കോ M3 Pro 5G ഇവിടെ ഖത്തറിൽ വരുന്നത് 6GB + 128GB മെമ്മറി വേരിയൻ്റ് ആണ്. പ്രൈസ് വരുന്നത് 819 ഖത്തർ റിയാലാണ്. അതുകൂടാതെ അതിൻ്റെ കൂടെ പ്രീ ബുക്ക് ചെയ്യുകയാണെങ്കിൽ MIയുടെ തന്നെ വയർലെസ് ഇയർബഡ്സ് ബേസിക് 2 എന്ന് പറയുന്ന ഒരു ഇയർബഡ്സ് കൂടി അതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇന്ത്യയിൽ ഇത് പ്രധാനമായിട്ടും വരുന്നത് 2 മെമ്മറി വേരിയൻ്റിലാണ്. 4GB + 64ന് 13,999 രൂപയും 6GB + 128ന് 15,999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. അപ്പോൾ കുറഞ്ഞ വിലയിൽ ഒരു 5G സ്മാർട്ട് ഫോൺ ആണ് നിങ്ങൾ തേടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോക്കോ M3 Pro 5G നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഫോണാണ്. ആ ഒരു 14,000 അല്ലെങ്കിൽ 16,000 രൂപയ്ക്ക് കിട്ടാവുന്ന അത്യാവശ്യം എല്ലാ രീതിയിലുള്ള സ്പെക്കും ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോക്കോ M3 Pro 5Gയുടെ അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റിൽ പറയുക. അതുകൂടാതെ ഇതുപോലുള്ള ടെക് സംബന്ധമായിട്ടുള്ള പുതിയ വീഡിയോസ് കാണുവാനായിട്ടാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയുടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സേവ് ദർശ.